ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ചിത്രകലയുടെ ബാലപാഠം 5ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇവിടെ ഇപ്പോൾ വരയ്ക്കാൻ പോകുന്നത് ഒരു പെൻസിൽ ഡ്രോയിങ്ങാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ തന്നെ ഒരു സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചിത്രം വരയ്ക്കുക എന്നതാണ്. പക്ഷേ അത് കഴിഞ്ഞ പ്രാവശ്യം വരച്ചതിനേക്കാൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, ഇച്ചിരി പ്രയാസമുള്ള ഒരു രൂപത്തെയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണ പറയുന്നത് കിണ്ടി എന്ന് പറയുന്ന അല്ലേ, വിളക്ക് കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, അതിനെ വരയ്ക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചതുരം ഇടുക, ചതുരത്തിൻ്റെ നീളവും വീതി അനുസരിച്ച് അതിനെ ക്രമീകരിച്ച് വരയ്ക്കുന്ന ഒരു രീതിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു വാല് കൂടി ഇതിനുണ്ടല്ലേ, ഒരു വാല് കൂടി സാധാരണ ഒരു പാത്രത്തിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ അപേക്ഷിച്ച് എക്സ്ട്രാ ഉള്ളതുണ്ട്, ഒരു വാല് കൂടിയുണ്ട്. അപ്പം നമ്മളത് വരയ്ക്കുമ്പോൾ ഇപ്പോൾ ഈ പേപ്പറിൻ്റെ എവിടെയാണോ വരേണ്ടത് അവിടെ സെൻട്രൈസ് ചെയ്താണ് വരേണ്ടതെങ്കിൽ ഈ വാലിൻ്റെ കൂടി അളവ് നമ്മൾ എടുത്തിട്ട് വേണം ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് വരയ്ക്കാൻ. ഈ വാല് എന്ന് പറയുന്ന പോർഷൻ ഒഴിച്ചാൽ ബാക്കിയുള്ളതിൻ്റെ നോക്കിയാൽ അതിൻ്റെ ഏതാണ്ട് സിമെട്രിയാണ്, അപ്പുറം തുല്യമായിട്ട് വരും. എങ്ങനെയൊക്കെ തിരിച്ച് വെച്ച് നോക്കിയാൽ എല്ലാ വശവും ഒരുപോലെ വരുന്നതാണ്. മറിച്ചൊരു വാല് കൂടി എക്സ്ട്രാ വരുന്നതുകൊണ്ട് ഈ വാലിൻ്റെ പോർഷൻ കൂടി നമ്മുടെ പേപ്പറിനകത്ത് തന്നെ വരയ്ക്കണമല്ലോ. അപ്പോൾ നമ്മൾ ആ വാലിൻ്റെയും കൂടി അളവ് വിട്ട് അങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ എത്ര ഉണ്ടോ അതും കൂടി നോക്കിയിട്ട് നമ്മൾ വേണം ഇതിനകത്ത് അത് വരയ്ക്കാൻ. എനിക്ക് തോന്നുന്നു ഈ മുൻവശത്തുള്ള ഇപ്പുറത്ത് കാണുന്ന പോർഷനിലെ വാലൊഴിച്ചുള്ള പോർഷൻ ഏകദേശം ഇങ്ങനെ ഒരു സ്ക്വയർ നമുക്ക് വരച്ചാൽ, കാരണം ഈ വിഡ്ത്തിനേക്കാൾ പകുതിയും കൂടി ഉയരം ഇതിനുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ വരച്ചു. അപ്പോൾ പേപ്പറിൻ്റെ സെൻറ്ററിലല്ല ഇപ്പോൾ വരച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നൊരു ഈ മുളത്തെ അളവിൽ നിന്ന് ഏകദേശം അത്രയും കൂടി ഇങ്ങോട്ട് മാറിയിട്ടാണ് ഇതിൻ്റെ വാലിൻ്റെ പോർഷൻ വരുന്നത്. ടോപ്പിൻ്റെ നേർക്ക് തന്നെയാണ് ഈ വാലും അതിൻ്റെ ടോപ്പും വരുന്നത് അല്ലേ, നമുക്ക് കാണുമ്പോഴറിയാം. അപ്പോൾ നമ്മളിതിൻ്റെ ഏറ്റവും കൂടുതൽ വണ്ണമുള്ള പോർഷൻ സെൻറ്ററിനൊക്കെ താഴെയാണ്. അത് ഏതാണ്ട് ഒരു ഓവൽ ഷേപ്പിൽ നമുക്കതിനെ വരച്ചെടുക്കാം. അപ്പുറവും തുല്യമായിട്ട് വരണം. ഈ രൂപത്തിനൊരു പ്രത്യേകത, എല്ലാ രൂപങ്ങൾ ഈ കിണ്ടി എന്ന് പറയുന്ന ഈ ഒബ്ജക്റ്റ് പല രീതിയിലുണ്ട്. അതിൻ്റെ കഴുത്തിന് നീളമുള്ളതുണ്ട്, കഴുത്തിന് നീളക്കുറവുള്ളതുണ്ട്, ടോപ്പിലെ ഡിസൈൻ വേറെ ആയിട്ടുള്ളതുണ്ട്, പലതരത്തിൽ തന്നെ ഒരുപാട് വ്യത്യസ്തമായ ആകൃതികളിലുള്ള രൂപങ്ങളുണ്ടല്ലേ. അപ്പം നമുക്കിതിൻ്റെ മൊത്തത്തിൽ നമുക്കൊന്ന് വരച്ചു നോക്കിയാൽ ഇതിൻ്റെ ഈ കോളത്തിന്, ഇതിപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ വണ്ണത്തിന് ആനുപാതികമായ ഉയരമാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ വരച്ചു വരുമ്പോൾ ഒരിച്ചിരും കൂടെ ഉയരം നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ലൈൻ കുറച്ച് മേപ്പോട്ട് മാറ്റിയിടുകയോ അല്ലെങ്കിൽ കുറച്ച് താപ്പോട്ട് മാറ്റി വരയ്ക്കുകയോ ചെയ്യാം. എന്നിരുന്നാലും ഏകദേശം അത് ഒരു കൃത്യതയിലേക്ക് എത്തത്തക്ക വിധത്തിൽ ചെയ്യാൻ നമ്മൾ ഈ കോളത്തിനെ നേരെ സെൻറ്റർ വെച്ച് അടയാളപ്പെടുത്തിയിട്ട് താഴെയും നേരെ സെൻറ്റർ വെച്ച് അടയാളപ്പെടുത്തി നേരെ നടുക്കൂടെ ഒരു ലൈൻ നമ്മളിങ്ങനെ തെളിയാതെ വരയ്ക്കുന്നു. ഓക്കെ, അതിനുശേഷം ഈ ഏറ്റവും വണ്ണമുള്ള പോർഷൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഇവിടെയാണ് ആ ഒരു വണ്ണമുള്ള പോർഷൻ വരുന്നത്. ഏകദേശമാണ് ഞാൻ പറയുന്നത്, കൃത്യമല്ല. കൃത്യമായി വരണം എന്ന് നമുക്ക് എപ്പോഴാണ് പറയാൻ പറ്റുന്നത്? ഇതെല്ലാം കൂടി ഒന്ന് വരച്ച് കഴിയുമ്പോൾ നമുക്കത് കൃത്യമാണോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും.
ഓക്കെ, ഞാനിങ്ങനെ ഒരു വൃത്തം എന്ന് പറയാൻ ദീർഘവൃത്തം, നമുക്കിവിടെ ഇങ്ങനെ ഒരു ഓവൽ എന്ന് പറയാം അല്ലേ. അത് ഞാൻ വരച്ചിരിക്കുന്നത് നോക്കിക്കേ, താഴെയുമല്ല സെൻട്രലുമല്ല മുകളിലുമല്ല. ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഈ താഴ്വശത്ത് ഏകദേശം ഇത്രയും സ്ഥലം വേണം എന്തിന്, ഇതിൻ്റെ ചുവട് ഭാഗം നമുക്ക് വരയ്ക്കാൻ. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ഈ ഓവൽ ഇവിടെ വരച്ചിരിക്കുന്നത്. ഇനി നോക്കിയാൽ ഈ വിഡ്ത്ത് താഴെ വന്ന് തറയിലിരിക്കുന്ന സ്റ്റാൻഡ് അല്ലേ, അത് തറയിലിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ പൊസിഷൻ, ആ സ്ഥലം, ഏറ്റവും ചുവട് ഇത്രയും വരത്തുള്ളൂ. ഇത് വരച്ചിരിക്കുന്നത് ഈ വരയിൽ നിന്ന് ഇങ്ങോട്ടുള്ള അകലം സെം പുറത്തു കൊടുക്കുക, സെയിം അളവ്. അപ്പോൾ ഇതിനൊരു നോക്കാം, ഇത് ഈ ഒരു ഓവൽ ഷേപ്പ് പോലെയാണെങ്കിലും കുറച്ചും കൂടി ചെറിയ ഒരു ഓവൽ നമ്മളിവിടെ അതിനെ നമ്മളൊന്ന് വരയ്ക്കുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു. ഇവിടെ ഒരു ഓവൽ വരച്ചു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വളഞ്ഞ് നേരെ ഇരിക്കുന്നു. ഇവിടെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ നേരെ ഇങ്ങോട്ട് വളഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള അകലം എടുത്തു, അത് ഇപ്പുറത്ത് കൊടുത്തു. ആ അകലം കൃത്യമായി ഇങ്ങോട്ടും നമ്മൾ രേഖപ്പെടുത്തും. എവിടെ കിട്ടിയോ? അതിനുശേഷം ഈ ഓവലിൻ്റെ ബാക്കിയുള്ള ഈ പോർഷൻ നമ്മളങ്ങ് എറേസ് ചെയ്ത് കളയുന്നു, തുറച്ച് കളയുന്നു. ഓക്കെ, ഇവിടെ നോക്കാമെങ്കിൽ ഇതിന് ഒരു ചെറിയ കനം ഇവിടെയുണ്ട്, ആ മെറ്റലിൻ്റെ കനം വണ്ണമുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ചരിഞ്ഞിരിഞ്ഞ് ഇവിടുന്ന് കാണുന്ന നേരെ ഇങ്ങനെ ചരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് വീഴുന്ന ലൈറ്റ് ഷെയ്ഡും ഒക്കെ അതിനനുസരിച്ചാണ്, ലൈറ്റ് ഷെയ്ഡും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഓക്കെ, അതുകൊണ്ട് ഇവിടം യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്, ഇങ്ങനെ തന്നെ വളഞ്ഞു വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചോണം, അവിടെ വന്ന് നിൽക്കുന്നു. ഇതിവിടെ വന്ന് റൗണ്ട് നമ്മൾ വരച്ച് വെച്ചു. ഇനി അടുത്തത് ഇത് ഇവിടെ നിന്ന് പോകുന്ന കണക്ഷൻ ഇവിടെ സെയിം ഇപ്പുറത്തും എടുത്തു. നോക്കിയാൽ ഏകദേശം ഇതിന് നേരെയാണ് ഇതിൻ്റെ ടോപ്പ് പോർഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അകലം ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തു, ഈ ഒരു അകലം ഇവിടെ നിന്ന് എടുത്തു. ഇപ്പോൾ ഇവിടെ വേറൊരു ചതുരം നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒന്ന് ചതുരം വരച്ച്, വെറുതെ ഒന്ന് വരച്ച്, ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് ഈ ടോപ്പാണ് ഏകദേശം ഈ അളവിൽ വരുന്നത്. ആ ടോപ്പിൻ്റെ ഏറ്റവും മുകളത്തെ ലൈൻ നമ്മളൊന്ന് വരച്ചു. ഇനി അതിന് 2 പീസായിട്ടാണ് വരുന്നത്, ഒരു പീസ് ഇങ്ങനെ, ഒരു പീസ് ഇങ്ങനെ. ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ദൂരവും കറക്റ്റായിരിക്കണം, നേരെ നമ്മൾ വരയ്ക്കണം അല്ലേ. അതിനുശേഷം സംഭവിക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സംഗതിയുണ്ട്, വളഞ്ഞ് ഇരിക്കുന്നതിൻ്റെ ഒരു കനം പോലെ. ഇവിടുത്തെ വളവ് ഇങ്ങനെയല്ല ഒരിക്കലും വരുന്നത്, ഇതുപോലെ തന്നെ ഇങ്ങനെ തന്നെ വളഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വര നമ്മളതിനെ ഇങ്ങനെ തിരിച്ച് വരയ്ക്കുന്നു. ഇങ്ങനെയാണത് നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയും വരച്ചു. ഇപ്പം നോക്കി, ഇത്രയൊരു സംഭവം വന്നു. എന്നാൽ ഇതിനേക്കാൾ ചെറുതാണ് ഇവിടം, ഇതിനേക്കാൾ ചെറുതാണ് ഇവിടം. ഇപ്പം നോക്കിയപ്പോൾ തന്നെ എന്താ സംഭവിക്കുന്നത്, ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം നമ്മൾ അളന്നതിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ട് അല്ലേ. നോക്കിക്കേ, അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്, ഈ ദൂരം ഇത് സാധാരണ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി ഹൈറ്റ് കൂടുതലായി നമുക്ക് അനുഭവപ്പെടുമ്പോൾ നമ്മൾ അതിനെ നമുക്ക് ആവശ്യമായ തരത്തിലേക്ക് ഈ ആദ്യം വരച്ച ഈ വര കുറച്ച് നമുക്ക് താഴേക്ക് മാറ്റി വരച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇവിടെ നിൽക്കട്ടെ. ഈ വര നമ്മൾ കട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ മുകളിൽ വരച്ചതുപോലെ തന്നെ ഇങ്ങോട്ട് വരയ്ക്കുന്നു. അപ്പോൾ അത് ഇങ്ങോട്ട് വരയ്ക്കുന്നു, തിരിച്ച് അത് ഈ വശവും തുല്യം, ഇവിടെ കറക്റ്റാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം വരും, ഇതെല്ലാം ഇങ്ങനെ വരും.
ഇത് ഇങ്ങനെ വരുന്നു. ഇവിടെ നോക്കാമെങ്കിൽ എനിക്കിതിൻ്റെ മുകൾ വശത്തെ വൃത്തം സത്യത്തിൽ കാണാൻ പറ്റുന്നതേ ഇല്ല. അതുകൊണ്ട് തന്നെ അതിനെ ഞാൻ നേർരേഖയായിട്ടാണ് വരച്ചത്. നേർരേഖ. രണ്ടാമത്തെ വര വരുമ്പോൾ ആ നേർരേഖയിൽ നിന്ന് സെൻറ്റർ കൊണ്ട് ചെറുതായിട്ട് ജസ്റ്റ് താപ്പോട്ട് ഒന്ന് വളഞ്ഞിരിക്കും. പക്ഷേ വളവുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതുപോലൊരു ചെറിയ വളവ്. എന്നാൽ മൂന്നാമത്തെ ഈ വര വരുമ്പോൾ കുറച്ചും കൂടി കൃത്യമായി ആ വളവ് ഉണ്ടാകും. ഈ വളവുകൾ ഇവിടെ വരുമ്പോൾ കുറച്ചും കൂടി കൂടും, ഇവിടെ വരുമ്പോൾ കുറച്ചും കൂടെ കൂടും, ഇവിടെ വരുമ്പോൾ കുറച്ചും കൂടെ കൂടും, ഇവിടെ വരുമ്പോൾ വീണ്ടും കൂടും. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായോ എന്താ എൻ്റെ കാര്യം? അങ്ങനെയാണ് നമ്മളിതിനെ കാണുന്നത്. കാരണം ഇവിടമാണ് നമ്മുടെ ഐ ലെവലിൽ, കണ്ണിൻ്റെ ലെവലിൽ ഇരിക്കുന്നത്. കണ്ണിൻ്റെ ലെവലിൽ ഇവിടെ നിന്നുകൊണ്ട് ഈ കണ്ണിൽ കൂടെ ഇങ്ങനെ നോക്കാമെങ്കിൽ ഇവിടെ താപ്പോട്ട് വളഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, ഇത് ഞാനങ്ങ് മാറ്റിവെച്ചു. അതിനുശേഷം ഇവിടെ നോക്കാമെങ്കിൽ ഈ പൊസിഷൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയാണ് ഈ പോയിൻ്റ് വരുന്നത്. ആ പോയിന്റിൽ നിന്നാണ് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നത്? ഇങ്ങനെ ആ വര മുമ്പോട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ വരയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ മൊത്തത്തിൽ വരയ്ക്കുക. സെയിം സാധനം അത് ഇവിടെ നിന്നും ഇങ്ങനെ ചെറിയ വളവോടുകൂടി വളഞ്ഞിരിക്കുന്നു. എന്നിട്ട് തന്നെ നമ്മൾ കുറച്ച് കറക്റ്റ് ചെയ്ത് ഇപ്പുറവും കൂടി നമ്മൾ വരയ്ക്കുന്നു. ഇപ്പുറവും കൂടി നമ്മൾ വരയ്ക്കുന്നു. ഇനി നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് നോക്കിയാൽ ഈ ഒരു വലുപ്പത്തിൻ്റെ അത്രയും കൂടി ദൂരം ഇതിൻ്റെ വാലിൻ്റെ പോസ്റ്റിന് ആ ഒരു പൊസിഷനുണ്ട്. വാല് വന്ന് നിൽക്കുന്നത് ഇതുണ്ട് ഇവിടെയാണ് എന്ന് നമ്മൾ കരുതുക. താഴത്തേത് ഇവിടെയാണ് എന്ന് കരുതുക. അപ്പോൾ രണ്ടെണ്ണം. അപ്പോൾ ഈ ഒരു അകലം നമുക്ക് മനസ്സിലായി. ഓക്കെ, അതിനുശേഷം ഈ വാലിനെ നമ്മൾ അതിൻ്റെ പോയിന്റിലേക്ക് ഇങ്ങനെ കൊണ്ടുവരും. ഇവിടെ ഒരു ശകലം വെളിയോട്ട് തള്ളി നിൽപ്പുണ്ട്, ചെറിയൊരു തോന്നൽ. ഇവിടെ കനം കുറവാണ്, ഇങ്ങോട്ട് വരുമ്പോൾ നല്ല വണ്ണമുണ്ട്. അപ്പോൾ ആ വണ്ണം കുറഞ്ഞിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ താപ്പോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ നടത്തുന്നു. ഇങ്ങനെ വരും. അതിനുശേഷം ഇവിടെ നോക്കാമെങ്കിൽ ഇത് ജസ്റ്റ് ചരിഞ്ഞ് വന്നാൽ ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ഇങ്ങനെ വരാം. ഇപ്പോൾ യഥാർത്ഥത്തിൽ കാണുന്നത് ഇങ്ങനെയാണ് കാണുന്നത്. ഇങ്ങനെ നിൽക്കുന്നത്. ഇവിടെ ഒരു മടക്ക് പോലെ അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ അവസാനം ഇങ്ങോട്ട് വരും. അതിനുശേഷം ഇതിൻ്റെ ഓരോ പോർഷൻ ലൈറ്റ് ഷെയ്ഡുകൾ എല്ലാം നോക്കാമെങ്കിൽ കൂടുതൽ ഇരുണ്ടിരിക്കുന്ന പോർഷൻ ഇവിടെ ആയിരിക്കും അല്ലേ? ഇവിടെ തിരിഞ്ഞിരിക്കുന്നത്. ഇവിടെ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. ഇതിൻ്റെ അടിവശത്ത് കുറച്ചും കൂടെ ഷെയ്ഡ് ഉണ്ടാവും. സൈഡുകളിൽ ഷെയ്ഡുണ്ട്. ഇവിടെ നിന്നാണ് ലൈറ്റ് വരുന്നതെങ്കിൽ സുഖമായിട്ട് വിടില്ല. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അതിൻ്റെ ഷെയ്ഡുകൾ. അത് ഒരു മെറ്റലായതുകൊണ്ട് തന്നെ ചെറിയ റിഫ്ലക്ഷനും സംഭവമൊക്കെ ഉണ്ട്. ഇതിൽ ക്ലാവൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആയതുകൊണ്ടും ഭയങ്കര ഗ്ലേസിങ് വരത്തില്ല. എങ്കിലും അതിനൊരു മെറ്റാലിക് ഇഫക്റ്റ്, മെറ്റലിൻ്റെ ഒരു ഫീല് അതിൽ നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഉണ്ടാക്കിയെടുക്കുക. സോയുടെ ചില കട്ടിങ്ങുകളൊക്കെ വരും. അതുപോലെ തന്നെയാണ് ഇവിടെ ഇതിൻ്റെ ഇങ്ങനെ ഇരിക്കുന്ന പോർഷൻ്റെ താഴ്വശത്ത് നല്ല ഷെയ്ഡ്, സ്വാഭാവികമായിട്ടും നല്ല ഷെയ്ഡ് ഇവിടെ വീഴാൻ സാധ്യതയുണ്ട്. ഇവിടെ ആ ഷെയ്ഡുകൾ വീഴും അല്ലേ? അതിലൊക്കെ കൂടുതൽ ഇവിടെയും ഷെയ്ഡ് വീഴും. കാരണം ഇതിൻ്റെയും കൂടെ ചുവട്ടിലാണ്, അടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനും കുറച്ചും കൂടെ ഷെയ്ഡുകൾ, നല്ല ഷെയ്ഡുകളിലേക്ക് അവസാനം പോവുകയും ചെയ്യും. ഒരു റഫായിട്ടുള്ളൊരു സ്കെച്ച്. ഇതിൻ്റെ ഷാഡോ വീഴുന്നത് ഇവിടെ ആയിരിക്കും. അപ്പോൾ ഈ പൈപ്പിൻ്റെ ഈ സൈഡിലായിരിക്കും അതിൻ്റെ ഷെയ്ഡുകൾ വന്ന് ഭവിക്കുന്നത്. സെൻട്രിൽ കൂടെ ആണെങ്കിൽ ഒരു പക്ഷേ ഈ സൈഡിലും താഴെയും ഇവിടെയും അതിൻ്റെ ഷെയ്ഡുകൾ വരും. അപ്പോൾ ഹൈലൈറ്റ് വരുന്ന പോർഷൻ സ്വാഭാവികമായിട്ട് ഇവിടെ ഇത്രയിടത്ത് നല്ല ഹൈലൈറ്റ് വീഴും. പിന്നെ ഇവിടെ അതിൻ്റെ സൈഡിൽ കൂടെയുള്ള ഒരു റിഫ്ലക്റ്റഡ് ലൈറ്റായിട്ട് വീഴും. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള പോർഷനിൽ ഈ പോർഷൻ ഇവിടെ ലൈറ്റ് വീഴുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെയും വീഴും. അപ്പോൾ അതിൻ്റെ തന്നെ പ്രകാശം ഇവിടെയും ഉണ്ടാവും. ഇതേപോലെ തന്നെ ഇവിടെയും ആ പ്രകാശം വന്ന് വീഴും അല്ലേ? സൈഡിൽ വന്ന് വീഴും. എങ്ങനെ ഈ വരയെ നമുക്ക് കൃത്യമായിട്ട് എടുക്കുകയും ബാക്കിയുള്ള വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച, നമ്മളെ സഹായിച്ച വരകളെല്ലാം നമ്മളൊന്ന് എറേസ് ചെയ്ത്
മാറ്റി കഴിയുമ്പോൾ ഇതൊരു നല്ല ചിത്രമായിട്ട് മാറുകയാണ് അല്ലേ? സ്വാഭാവികമായിട്ടും അതൊരു നല്ല ചിത്രമായിട്ട് മാറും. ഇനി നമ്മൾ നോക്കേണ്ടത് ഒരുപക്ഷെ ഈ താഴ്വശത്ത് ഇപ്പോൾ ഇതിനനുസരിച്ച് ഇതിൻ്റെ വിട്ട് ഹൈറ്റ് ക്രമീകരിക്കുന്നതിന് നമ്മൾ മുകളിൽ ചെയ്തതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ മേഖലകളിലേക്ക് ഇങ്ങോട്ടും ഹൈറ്റിൻ്റെ കൂട്ടാതെ വീതിയിലാണ് വരുന്നതെങ്കിൽ, വെർട്ടിക്കലായിട്ടാണ് ഇങ്ങനെയുള്ള പോർഷൻ, ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ വരുന്ന പോർഷനെ അപ്പുറവും ഇപ്പുറവും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ വാല് ഒഴിച്ച് ബാക്കി രണ്ടിടവും ഒരുപോലെ വേണം നമുക്ക് ചേഞ്ച് ചെയ്യുകയോ അതിനാവശ്യമായ രീതിയിലുള്ള ക്രമീകരണം വരുത്തുകയോ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കിതൊരു സ്കെച്ച് തയ്യാറാക്കിയപ്പോൾ സെറ്റായി ഇരിക്കുകയാണ്. ഇതിൻ്റെ ഒരു കളർ, വാട്ടർ കളറിലേക്ക് നമുക്ക് ഇതിൻ്റെ ലൈറ്റും ഷെയ്ഡും ഉപയോഗിച്ച് നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ നല്ല ഒരു സ്കെച്ച് കുറച്ചും കൂടി കൃത്യതയോടുകൂടി വരത്തക്ക വിധത്തിൽ നമ്മൾ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന് കുറച്ചും കൂടെ ഒരു കൃത്യമായ ഡ്രോയിങ്ങിനാണ് ആവശ്യം. പെയിൻറ്റിങ്ങിനേക്കാൾ ഏറ്റവും പ്രധാനം സത്യത്തിൽ ഡ്രോയിങ് ആണ്. ഡ്രോയിങ് കൃത്യമാക്കിയതിന് ശേഷമേ പെയിൻറ്റിങ്ങിലേക്ക് കടക്കാവൂ. ഇല്ലെങ്കിൽ നമ്മൾ പറയുന്നിടത്തെങ്കിലും ഈ സാധനം നിൽക്കത്തില്ല. ഇതാകപ്പാടെ അതിൻ്റെ ഷേപ്പ് വളരെ വീക്കാവും. അപ്പോൾ കളർ ചെയ്യുന്നതിന് മുൻപ് തന്നെ കൃത്യമായി ഇതിൻ്റെ ഒരളവ് നമ്മൾ നീളം, വീതി എല്ലാം എടുത്ത് കൃത്യമാക്കി നമുക്കൊരു പെയിൻറ്റിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഇതിലാണ് ഞാൻ പെയിൻറ്റിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് കടക്കാം. ആദ്യം ഒരു സ്കെച്ച് തയ്യാറാക്കി വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ കണ്ടതുപോലെ തന്നെ സ്കെച്ച് തയ്യാറാക്കുന്നു. അതിന് ശേഷം നമുക്കത് വാട്ടർ കളറിലേക്ക് പോകാം. ഉണ്ടോ? ഓക്കെ, ഇതിന് ഉപയോഗിക്കുന്ന കളറുകൾ ഏറ്റവും കൂടുതൽ വേണ്ടത് യെല്ലോ ഓക്കർ കളർ കൂടുതൽ വേണം. ചെമ്പിൻ്റെയും ഒരു ഗോൾഡിൻ്റെയൊക്കെ ഒരു ഫീല് വരത്തക്ക വിധത്തിലുള്ള കളർ സ്കീമാണ് ഇതിന് ഉപയോഗിക്കുന്നത് അല്ലേ? ഇപ്പോൾ സ്വാഭാവികമായിട്ട് യെല്ലോ ഓക്കറാണ് അതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. യെല്ലോ ഓക്കർ, ബേൺസിന, അതുപോലെ തന്നെ ബേൺഡംബർ, അതുപോലെ തന്നെ ഇച്ചിരി വെർമില്യൺ റെഡിൻ്റെ അളവ് കൂടി ഇതിനകത്ത് കുറച്ച് ചേരും. ഒപ്പം തന്നെ ഇതിനൊരു ക്ലാവ് പിടിച്ചതുപോലെ നിറവ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ഗ്ലോസി അളവ് ഒരു ശകലം കുറവായിരിക്കും. ഇപ്പോൾ ഗ്രീനിൻ്റെ ഒരു അളവ് ഇതണ്ട സൈഡിൽ ഒരു ഗ്രീനിഷ് കളർ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് ഇച്ചിരി യെല്ലോ കളറിൻ്റെ വശത്തോട്ട് വീണ്ടും കൊടുക്കാമെങ്കിൽ അതൊരു ക്ലാവ് പിടിച്ച കളറിൻ്റെ ഒരു ഫീലിലേക്ക് അവസാനത്തിൽ നമുക്ക് കൊണ്ടെത്തിക്കാൻ കഴിയും. ഇങ്ങനെ അതിൻ്റെ ഓരോ പാർട്സായിട്ട് അതിൽ കാണുന്ന ഷെയ്ഡുകൾ ഓരോ പീസായിട്ടല്ലേ, ഓരോ കഷ്ണങ്ങളായി നമുക്കതിനെ വരച്ചെടുക്കാൻ കഴിയും. അതിൻ്റെ ഷെയ്ഡ് കൂടിയ പോർഷൻ എവിടെയാണെന്ന് നോക്കുക, ഷെയ്ഡ് കുറഞ്ഞ പോർഷൻ എവിടെയാണെന്ന് നോക്കുക. അത്തരത്തിൽ അതിനകത്ത് യെല്ലോ ഓക്കർ, അതുപോലെ വെർമില്യൺ റെഡ്, ബേൺസിന, ചില പോർഷനിലൊക്കെ ഒരു ശകലം ഗാംബോജ് യെല്ലോ, അല്ലെങ്കിൽ അതിന് ക്രോം യെല്ലോ ആയാലും മതി. ഇച്ചിരി ക്രോം യെല്ലോ ജസ്റ്റ് കൊടുക്കാൻ അതിനൊരു നല്ല ഒരു കളർ ടോൺ വെച്ച് ബ്രൈറ്റായിട്ട് വേണ്ടുന്ന പോർഷനിൽ മാത്രമായിട്ട് അത് ഉപയോഗിക്കാം. അങ്ങനെ നമുക്കിതിനെ പലതരത്തിൽ നമുക്ക് കളറുകൾ ചെയ്ത് നല്ല ഒരു ചിത്രത്തിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ.